ഹലോ ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ വന്നിക്കുന്നത് അടുപ്പിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. എന്താണെന്നറിയോ, ഈ അടുപ്പ് നല്ല അടുപ്പാണ്. പക്ഷെ കത്തിപ്പിടിച്ചാൽ നന്നായിട്ട് കത്തുകയും ചെയ്യും. ഒരു പൊഹഞ്ഞ് കിടക്കുക, അടുപ്പ് കെട്ട് കിടക്കുക ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ഒരു കൊള്ളി കത്തി കഴിയാനാകുമ്പോൾ ഒരു കൊള്ളി കൊണ്ട് വെച്ച് കൊടുത്താൽ നന്നായിട്ട് കത്തുകയും ചെയ്യും, ഇതാവുകയും ചെയ്യും, കെടുകയില്ല. ഇതിൻ്റെ ഉള്ളിൽ, അടുപ്പിൻ്റെ ഉള്ളിൽ വരുന്നത് ഇതാണ് കാസ്റ്റൈന്. ഇപ്പോഴൊക്കെ കാസ്റ്റൈൻ്റെ പാത്രങ്ങളും കാസ്റ്റൈൻ ഇതിൻ്റെ ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ, ഈ സ്റ്റീലിൻ്റെ ഉള്ളിലൊക്കെ, ഇതിൻ്റെ ഉള്ളിലൊക്കെ വരുന്നത് കാസ്റ്റൈനാണ്. കാസ്റ്റൈൻ്റെ ഇതാണ് വരുന്നത്. നല്ല അടുപ്പാണ്, കത്താൻ നല്ല ഉഷാറായിട്ട് കത്തുകയും ചെയ്യും, നല്ല മാതിരിയാണ്. പിന്നെ ഇതാണല്ലേ പുക പോണത്. ഇവിടെയും ഈ പറഞ്ഞ പോലെ കാസ്റ്റൈനാണ് സാധനം. ഇതുകൊണ്ട് ഹീറ്റായിക്കഴിഞ്ഞാലേ, ചൂടായിക്കഴിഞ്ഞാൽ നല്ല ചൂടാണ്. അങ്ങോട്ട് നമുക്ക് കൈ അങ്ങോട്ട് കൊണ്ടുപോകാനും കൂടി പറ്റില്ല, അത്ര ചൂടാണ് അടുപ്പ്. വെള്ളമൊക്കെ വെച്ച വേഗം തിളച്ച് കിട്ടും, നല്ല പോലെ ഇതാവും ചെയ്യും. ഞാനിതിൽ എല്ലാം ചെയ്യും കേട്ടോ. ചാറ് വയ്ക്കും, അതുപോലെ ഉപ്പേരിക്ക് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതും വെക്കും ഇതിൽ. അങ്ങനെയാണ് ഞാനിതിൽ ചെയ്യൽ. പക്ഷേ നമുക്കൊരു അക്കിടി പറ്റി. എന്താ പറഞ്ഞാൽ, ഇതിൽ ടൈൽസ് അല്ല വെക്കുക, ഇതിൽ ഗ്രാനൈറ്റാണ് വെക്കുക. ഈ ഗ്രാനൈറ്റ് ഇല്ലേ, ഇതാണ് വെക്കേണ്ടത്. പക്ഷേ ഇതിൽ ടൈൽസ് ഇവിടെ വെച്ചതുകൊണ്ട് നമ്മളുടെ അടുപ്പിൻ്റെ ഈ ഭാഗമൊക്കെ പൊട്ടിപ്പോയി. അതപ്പം ഉണ്ടായത്. ഈ ഭാഗമൊക്കെ പൊട്ടിപ്പോയപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഇതേ മാർഗമുള്ളൂ പറഞ്ഞിട്ട് ഇപ്പം ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് മാറ്റണം. ഇതൊക്കെ മാറ്റി ഇതിലൊക്കെ ഗ്രാനൈറ്റ് വെക്കണം. 2 വരി ടൈൽസും വെച്ചു. അതിൽ ഇവിടെ വെള്ളയും, ചുമരിൽ വെള്ളയും ചോട്ടിൽ ഗ്രാനൈറ്റും ആണെങ്കിൽ നന്നായിട്ടുണ്ടാവും അടുപ്പ് കാണാൻ. പക്ഷേ ഞങ്ങളെ പെടുത്തിയതാണ് അയാൾ. എന്താ പറഞ്ഞാൽ, ഞങ്ങൾക്ക് പറയില്ല, ഇത് നന്നായി കത്തും, ഇത് സുഖമായിട്ടിരിക്കും, പൊട്ടൂല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ഇത് തന്നത്. ഗ്രാനൈറ്റിനെ കാട്ടി നന്നായിട്ട് ഇരിക്കും എന്ന് പറഞ്ഞു. അപ്പം എന്നാൽ ശരി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എടുത്തു. ആദ്യമായിട്ട് അടുപ്പ് കത്തിക്കണോ, ഒരു ടിന്നൊരു ശബ്ദം കേട്ട്. പിന്നെ ഞങ്ങൾ പിറ്റേ ദിവസം, അന്ന് നമ്മൾ കത്തിച്ചില്ല. പിന്നെയാണ് പാല് കാച്ചി കഴിഞ്ഞിട്ട് പിന്നെ അതിൽ ഞങ്ങൾ ചോറൊന്നും വെച്ചില്ല. പിന്നെ പിറ്റത്തെ ദിവസം ഞങ്ങൾ ചോറ് വയ്ക്കുമ്പോൾ അങ്ങനെ ടിൻ 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 അവരങ്ങനെ പൊട്ടിക്കൊണ്ടേയിരിക്കണം. അപ്പം ഞങ്ങൾ എന്താ അപ്പോൾ ഇത് ഇങ്ങനെ പൊട്ടണം എന്ന് പറഞ്ഞിട്ട് നോക്കിയപ്പോൾ അങ്ങനെ നറുനുറുകിന് പൊട്ടിയപ്പോൾ ഞാൻ എന്ത് കാട്ടി, ഇതിനെ പറഞ്ഞ് ഇങ്ങനെ പൊട്ടിയിട്ടുള്ളൂ, ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ മാറ്റിത്തരാം, നിങ്ങൾ കൊണ്ടുവരികയും നിങ്ങൾ വന്നോളൂ, ഞങ്ങൾ മാറ്റിത്തരാൻ പറഞ്ഞു. പിന്നെ നമ്മൾ വിചാരിച്ച് ഇനിയിപ്പോൾ 2ാം പണി എടുക്കണ്ട, അതവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം ഇങ്ങനെ വെച്ചത്, ഇങ്ങനെ ഗ്രാനൈറ്റ് ഇങ്ങനെ വെച്ചത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഇങ്ങനെ പോകുന്നുണ്ട്, കത്തിയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ അടുപ്പിന് ഒരു കുറ്റമില്ല കേട്ടോ. അടുപ്പ് നല്ല അടുപ്പാണ്, ഒരു കേടില്ലാത്ത അടുപ്പാണ്, സുഖമായിട്ട് കത്തും. നമ്മൾ ഇനിയിപ്പോൾ തിളച്ച് പോയതൊക്കെ നമ്മൾ ഉരച്ച് വെടുപ്പാക്കിയിട്ടൊക്കെ വെച്ചാൽ പറഞ്ഞല്ലേ ക്ലീനായിട്ട് കിടക്കും. നല്ല അടുപ്പാണിത്, ഇതിനെ ആരും കുറ്റം പറയില്ല ഈ അടുപ്പ്. പക്ഷെ പട്ടാമ്പി അടുപ്പൊക്കെ വേഗം പൊട്ടി നാശമായി. അതിൻ്റെ ഉള്ളിലൊക്കെ ചങ്കല്ല് വെച്ച് കെട്ടിയിട്ടേ അതൊക്കെ പൊളിഞ്ഞു പോകുമല്ലോ. കുറേ കഴിഞ്ഞാൽ കാണാൻ വെണ്ട് നിൽക്കണം. അങ്ങനെ കുറേ കണ്ടിട്ടുണ്ട് ഞാൻ, അങ്ങനെ പൊട്ടിപ്പോയതൊക്കെ. അതുകൊണ്ട് ഈ അടുപ്പ് നല്ല അടുപ്പാണ്. ആര് മേടിക്കുകയാണെങ്കിലും ഇങ്ങനത്തെ അടുപ്പെടുത്തോളൂ. ഈ വീട്ടിലേക്ക്, ടെറസ് വീട്ടുകൾക്ക് ഇങ്ങനത്തെ അടുപ്പെടുത്താൽ നല്ല അടുപ്പാണ്. എങ്ങനെ കത്തണറിയോ, കത്തുന്നതാണ് എനിക്ക്. കത്തുന്ന കാണുമ്പോൾ ഇങ്ങനെ ഊന്നൊരു ചത്തം ഉണ്ടാവും. ആ കത്തുന്നതിൻ്റെ ബലം, അതാണ് കത്തലടുപ്പ്. അങ്ങനെ വേണം. അപ്പോൾ ഇങ്ങനെയാണ്. ഇങ്ങനത്തെ അടുപ്പ്, ഈ അടുപ്പ് വാങ്ങണമെങ്കിൽ നമുക്ക് ഇതിൽ എന്താ പറയുക, ഈ അടുപ്പിൻ്റെ ആൾക്ക് ചാനലുണ്ട്. ചാനൽ പറഞ്ഞാൽ അവൻ്റെ പേര് എനിക്ക് അത്ര ഉണ്ട്, ചാനലിൻ്റെ പേര് കിട്ടണില്ല. അടുപ്പിൻ്റെ പേര് ഫ്ലെയിം ടെക് എന്നാണ്.
പട്ടാമ്പി അടുപ്പ് എന്നൊക്കെയാണ് പറയുക. അപ്പോൾ നമ്മളിങ്ങനെ എടുത്തിട്ട് വെച്ചിട്ട് 5 കൊല്ലമായി, ഒരു കേടുമില്ല അടുപ്പിന്. പക്ഷെ ടൈൽസ് വെച്ചതൊക്കെ പൊട്ടിപ്പോയി, അതാണ് ഉണ്ടായത്. ഇനിയിപ്പോൾ ഇതാ കണ്ട ചുമരിൽ വെച്ചതും കണ്ടില്ലേ, ഓരോരോ പൊട്ട് അടയാളമൊക്കെ വന്നിക്കുന്നുണ്ട്. ഇതാണ്ടല്ലേ ഇങ്ങനെ 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 ഓരോരോ അടയാളങ്ങൾ. അതുകൊണ്ട് എന്താ ഇപ്പം ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ ഉണ്ട് ഇതാണ്ടില്ലേ പൊട്ട്. അപ്പോൾ അത് കാരണം ഭയങ്കര ഇതാണില്ലേ, ഇങ്ങനെ പൊട്ടി 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 ഇങ്ങനെ ഇതായിരിക്കുകയാണ്. ഇവിടെയൊക്കെ പൊട്ടി, ടൈൽസ് നന്നല്ലാണ്ടാ തോന്നുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മളുടെ അടുപ്പിനെ കുറിച്ചിട്ടുള്ള വീഡിയോ. ഇതെല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് ഒക്കെ വിടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.